ഇനി നെക്സ്റ്റ് പറയാനുള്ളത് ഫിനാൻഷ്യൽ സർവീസസ് ആണ്. എന്താണ് ഫിനാൻഷ്യൽ സർവീസ് എന്നുള്ളത് നമുക്കറിയാം. എന്താണ് ഒരു ഫിനാൻഷ്യൽ ഇൻഡസ്ട്രിയിൽ ഒരു ഫിനാൻഷ്യൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് എന്ത് പറയുന്നത് ഫിനാൻഷ്യൽ സർവീസസ് എന്ന് പറയുന്നത്. അതായത് ഇറ്റ്സ് ആക്ച്വലി ഡീൽസ് വിത്ത് ദ മാനേജ്മെന്റ് ഓഫ് മണി. അതാണ് ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഫിനാൻഷ്യൽ സർവീസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതാണ് ഫീ ബേസ്ഡും ഫണ്ട് ബേസ്ഡും ആയിട്ട്. അപ്പോൾ അതിന് മേലെ ഞാൻ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഫിനാൻഷ്യൽ സർവീസ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ, ബാങ്ക്സ്, ഇൻഷുറൻസ് കമ്പനീസ്. ഇത് ജനറൽ ആയിട്ടുള്ള കാര്യം എനിക്ക് അറിയുന്നതാണ്. എന്നാലും എക്സാമിന് ചോദിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു ഡെഫിനിഷൻ പോലെ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഇതൊന്നുകൂടി സിലബസ് ഓറിയന്റഡ് ആയിട്ട് പറയുന്നത്. അപ്പം ക്ലാസിഫിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ സർവീസിന് രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഫീ ബേസ്ഡ്, ഫണ്ട് ബേസ്ഡ്. അതിൽ ഫീ ബേസിലേക്ക് പോയാൽ ഓരോ ടോപ്പിക്സ് എന്താണെന്നുള്ളതും നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഫീ ബേസിൽ വരുന്നതാണ് മെർച്ചന്റ് ബാങ്കിങ്, സ്റ്റോക്ക് ബ്രോക്കിംഗ്, ക്രെഡിറ്റ് റേറ്റിംഗ്. ഫണ്ട് ബേസിൽ ഫാക്ടറിങ് സർവീസസും അതേപോലെ തന്നെ വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസ്. അത് മാത്രമേ ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളൂ. നിങ്ങൾക്ക് ടെക്സ്റ്റിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അതിൽ വരുന്നത് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, ഹൗസിംഗ് ഫിനാൻസ് ഉണ്ട്, ലീസ് ഫിനാൻസിങ്, ഹയർ പർച്ചേസ് ഫിനാൻസ്, ഇൻഷുറൻസ് സർവീസസ്, ബിൽ ഡിസ്കൗണ്ട്. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. സപ്പോസ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചോദിക്കുന്ന സമയത്ത് ഇത് ഏതിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ് ചോദിക്കുന്ന സമയത്ത് ഇത് ഫണ്ട് ബേസ്ഡ് സർവീസ് ആണെന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോട്ട് ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോൾ ഈ പറഞ്ഞ പോയിന്റ്സും കൂടി എഴുതാം. നമുക്ക് ഓരോന്ന് എന്താന്നുള്ളത് നോക്കാം. മെർച്ചന്റ് ബാങ്കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്രിട്ടീഷ് കൺസെപ്റ്റാണ്. ഇത് കൊണ്ടുവന്നിട്ടുള്ളത് 1969 ഇത് എന്താ പറയുക, ശരിക്കും എന്താണ് ബാങ്കുകളിൽ ഗ്രീൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ മെർച്ചന്റ് ബാങ്കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂ ലൈൻ ഓഫ് ആക്ടിവിറ്റീസ്, അതായത് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്യുന്ന സർവീസസ് ഇൻഡസ്ട്രീസിനും അതുപോലെ തന്നെ എന്റർപ്രിനേഴ്സിനും വേണ്ടിയിട്ട് ബാങ്ക്സ് ചെയ്യുന്നതിനാണ് പറയുന്നത് മെർച്ചന്റ് ബാങ്കിങ് എന്ന് പറയുന്നത്. അതാണ് താഴെ പറയുന്ന ഒരു ജസ്റ്റ് ഒരു ഡെഫിനിഷനാണ്. മെർച്ചന്റ് ബാങ്കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിവിഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് റെൻഡർ അഡ്വൈസറി സർവീസസ് ആൻഡ് അസിസ്റ്റൻസ് ടു എന്റർപ്രിനേഴ്സ് ഫോർ സ്റ്റാർട്ടിംഗ് new individual ventures and also to existing undertakings to diversify their activities. അതായത് പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും ഉള്ളതിനെ കൂടുതൽ ഡൈവേഴ്സിഫൈ ചെയ്യാനും വേണ്ടിയിട്ട് ഒരു ഇൻഡസ്ട്രീനെ അല്ലെങ്കിൽ ഒരു എന്റർപ്രിനറെ ഹെൽപ്പ് ചെയ്യുന്ന ആക്ടിവിറ്റി, ആ ഒരു റെൻഡറിങ് സർവീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മെർച്ചന്റ് ബാങ്കിങ് എന്ന് പറയുന്നത്. അവരെ കുറച്ച് സർവീസസ്, മെർച്ചന്റ് ബാങ്കിങ്ങിൻ്റെ കുറച്ച് സർവീസസ് ഒരുപാടുണ്ട്. കുറച്ച് ജസ്റ്റ് 4 പോയിന്റ്സ് ഞാൻ പറയുന്നത്. കോർപ്പറേറ്റ് സർവീസസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ന്യൂ ഇഷ്യൂസ്, പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ, അത് മാർക്കറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അണ്ടർ റൈറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പലതും ലീസിങ്ങിന് വേണ്ടിയിട്ട്, അതായത് പ്രോജക്റ്റിന് വരെ ലീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ്, ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനും മെർച്ചന്റ് ബാങ്കിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് സെക്കൻഡ് വണ്ണാണ് സ്റ്റോക്ക് ബ്രോക്കിംഗ്. സ്റ്റോക്ക് ബ്രോക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ മെമ്പേഴ്സിനെയാണ് സ്റ്റോക്ക് ബ്രോക്കിംഗ് എന്ന് പറയുക. അതായത് സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ഡീൽ ചെയ്യുന്ന ആൾക്കാർ. ഇത് ശരിക്കും ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോമിലാണ് ഇത് വർക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഇത് ശരിക്കും പ്രൊഫഷണൽ അഡ്വൈസറി സർവീസാണ്. ഒരു വെറുതെ അങ്ങോട്ട് പറയില്ല, ശരിക്കും അവർ ഹൈലി പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഈ സർവീസ് നടത്തുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഇതിനെന്താണ് സെബിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടുകയും വേണം. അതിനാണ് സ്റ്റോക്ക് ബ്രോക്കിംഗ് എന്ന് പറയുന്നത്. സ്റ്റോക്ക് ബ്രോക്കിംഗ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ സ്റ്റോക്സ് വിൽക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുന്ന അതിനാണ് സ്റ്റോക്ക് ബ്രോക്കിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് തേർഡ് വണ്ണാണ് ക്രെഡിറ്റ് റേറ്റിംഗ്. ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആസ് എ ഫീ ബേസ്ഡ് അഡ്വൈസറി ഫിനാൻഷ്യൽ സർവീസസ്, ക്രെഡിറ്റ് റേറ്റിംഗ് ഈസ് ഓഫ് കമ്പാരിറ്റീവ് റീസൺ ഓറിജിൻ. ഇറ്റ് റിഫ്ലെക്ട്സ് ദ റിലേറ്റീവ് എബിലിറ്റി ഓഫ് ദ ഇഷ്യൂവേഴ്സ്. ക്രിസിൽ, ഇസ്ര, കെയർ, ഡിസർ. ഇത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഈ ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ക്രെഡിറ്റിനുള്ള ഒരു സാധനം കമ്പയർ ചെയ്യുക. അതായത് ഇപ്പോൾ ഈ ഡിബെഞ്ചർ പോലെയുള്ള സാധനങ്ങൾ കമ്പയർ ചെയ്യുക. അപ്പം ഇപ്പോൾ ക്രെഡിറ്റ്, അതായത് കടം നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പയർ ചെയ്തിട്ട് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ കമ്പനി നമ്മൾ ക്രെഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് നഷ്ടത്തിലേക്കാകുമോ എന്നുള്ളത് നമുക്കതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് പറഞ്ഞു തരുന്ന ഒരു സ്ഥാപനമാണ് ക്രെഡിറ്റ് റേറ്റിംഗ്. ഇതൊരു പുതുതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളതാണിത്. ഇപ്പം അടുത്ത കാലം വന്നതാണെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ
ഇത് 4 ഇൻസ്റ്റിറ്റ്യൂഷൻസ് 4 ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ആണ് CRISIL. അതിന്റെ ഫുൾ ഫോം കൺട്രി ക്രെഡിറ്റ് റേറ്റിംഗ് ഇൻഫർമേഷൻ സർവീസസ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. സെക്കൻഡ് വൺ ആണ് ICRA, ഇൻഫർമേഷൻ ആൻഡ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. നെക്സ്റ്റ് വൺ ആണ് കെയർ, ക്രെഡിറ്റ് അനാലിസിസ് ആൻഡ് റിസർച്ച് ലിമിറ്റഡ്. ദെൻ ലാസ്റ്റ് വൺ ആണ് DCR, ഡെപ്സ് ആൻഡ് ഫെൽപ്സ് ഇന്ത്യ ലിമിറ്റഡ്. അപ്പം ഇതാണ് 4 ഏജൻസീസ് ആണ് നിലവിലുള്ളത്.